നമുക്ക് വളരെ രുചിയേറിയ ആപ്പിൾ ക്രംബിൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആപ്പിൾ കഴിക്കാത്ത കുട്ടികളെയൊക്കെ ആപ്പിൾ കഴിപ്പിക്കാനുള്ള നല്ലൊരു സൂത്രമാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 7 ആപ്പിൾ ഇതിനു വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിതിവിടെ തൊലി കളഞ്ഞ് നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്പം നേരിയ സ്ലൈസായി ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ബേക്കിംഗ് ഡിഷ് എടുത്ത് അതിലേക്ക് ബട്ടർ പുരട്ടി കൊടുക്കാം. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ബട്ടർ പുരട്ടാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും നിരത്തി കൊടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ, 1/2 കപ്പ് വൈറ്റ് ഷുഗർ, 1 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, 1 ടീസ്പൂൺ സിനമൺ പൗഡർ അഥവാ പട്ട പൊടിച്ചത്, 1/4 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ആയതിനു ശേഷം ഇനി കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കാം. ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് നല്ലൊരു ബ്രെഡ് ക്രംസ് പോലെയാക്കി മാറ്റിയെടുക്കണം. ഇതിനെ ഒരു ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ചെയ്താൽ എളുപ്പമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് തിരുമ്മിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1 മുട്ട, 2 ടേബിൾ സ്പൂൺ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്, അര ടീസ്പൂൺ സിനമൺ പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1-2 നുള്ളി ജാതിക്ക പൊടിച്ചത് അഥവാ നട്ട്മെഗ് പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് അതും കൂടി മിക്സ് ചെയ്യാം. 1/4 കപ്പ് വെള്ളം ചേർക്കാം. നോർമൽ വാട്ടറാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതുപോലൊരു കപ്പിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇതിൽ ആപ്പിളിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കപ്പിലേക്ക് ഞാൻ മാറ്റുന്നത്. ഇനി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ആപ്പിളിൻ്റെ മുകളിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും ബേക്ക് ചെയ്യാം. ഞാൻ ഇന്ന് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ കാണിച്ച അതേ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്കിത് പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ മിക്സ് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രംസ് ഇട്ട് കൊടുക്കണം. ബ്രൗൺ ഷുഗറും മൈദപ്പൊടിയും ഒക്കെ ചേർത്തുണ്ടാക്കി വെച്ച ഈ ക്രംസ് ഇതിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ ഇട്ട് കൊടുക്കണം. ഞാൻ ഓവൻ 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് വേണം ബേക്ക് ചെയ്യാൻ. ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്യേണ്ടി വരും. ക്രംസ് മുഴുവൻ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് മാറ്റിയിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ആപ്പിൾ ക്രംസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് അല്പം തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലുള്ള ആപ്പിളൊക്കെ നന്നായി വെന്ത് മെൽട്ടായി വളരെ രുചിയാണ് ഇതിന്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് ഐസ്ക്രീമിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, അല്ലാതെ തനിയെ കഴിക്കാനും ഇത് വളരെയേറെ രുചിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത റെസിപ്പിയായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു.